രണ്ട് സ്ഥലങ്ങൾ സന്ദർശിച്ച വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. ഒന്ന് കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രം, മറ്റൊന്ന് അഴീക്കൽ ഹാർബർ. ആ രണ്ട് സ്ഥലങ്ങളിലും വളരെ പ്രശാന്തസുന്ദരവും ഗാംഭീര്യം നിറഞ്ഞതും സുന്ദരവുമായ രണ്ട് പ്രദേശങ്ങളാണ് ഇന്നത്തെ ഈ വിശേഷങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. കടലിൻ്റെ ഗാംഭീര്യത വേണ്ടുവോളം ആസ്വദിക്കാൻ സാധിക്കുന്ന ബീച്ചുകളും അതേപോലെ ഉള്ള മറ്റനേകം സുന്ദരമായ കാഴ്ചകളുമായി നമുക്ക് ഒരു ദിവസം മുഴുവനും ആസ്വദിക്കാൻ പറ്റുന്ന രണ്ട് സ്ഥലങ്ങളാണ്, അടുത്തടുത്തായിട്ടുള്ള രണ്ട് സ്ഥലങ്ങളാണ് ഈ പറഞ്ഞ കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രവും അതേപോലെ അഴീക്കൽ ഹാർബറും എന്നത് പ്രത്യേകം പ്രസ്തവ്യമാണ്. അവിടുത്തെ സുന്ദര കാഴ്ചകളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. രണ്ട് സ്ഥലങ്ങളിലൂടെ നമുക്കവിടേക്ക് എത്താൻ സാധിക്കും. ഒന്ന്, കടലിൻ്റെ പ്രശാന്ത സുന്ദരമായ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് കടൽ തീരം വഴി നമുക്കവിടേക്ക് വരാം. അതാണ് ഈ വഴി. പക്ഷെ അത് അത്ര സുന്ദരമായ ഒരു റോഡും കാര്യങ്ങളുമല്ല. രാമേശ്വരത്തെ കാഴ്ചകളെ പോലെ ആ കടലിൻ്റെ സൈഡിൽ കൂടെയുള്ള യാത്ര പോലെ തോന്നുന്ന വിധത്തിൽ ഉള്ള ഒരു റോഡാണിത്. മറ്റൊന്ന്, അക്കരെ വന്നിട്ട് ബസ്സിലിറങ്ങാം, അവിടുന്ന് ജങ്കാറ് പിടിച്ചിട്ട് ആ ജങ്കാറിലൂടെ നമുക്ക് ഇക്കരയ്ക്ക് എത്താം. അതിനുള്ള ജങ്കാറാണിത്. ഏതാണ്ട് ഒരു 2-3 ബസ്സുകളിലുള്ള മുഴുവൻ ആളുകളെയും ഈ ജങ്കാറിനകത്ത് കൊള്ളാൻ ഉള്ള വ്യാപ്തി ഈ ജങ്കാറിനുണ്ട്. വളരെ രസകരമായ ഒരു ബോട്ട് യാത്രയും നമുക്ക് ഇതിനോടനുബന്ധമായിട്ട് ആസ്വദിക്കാനും സാധിക്കും. ആ ജങ്കാർ യാത്രയുടെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ബസ് വന്നിറങ്ങുന്നത്. ട്രാൻസ്പോർട്ട് ബസ് വന്നിറങ്ങുന്ന ഒരു സ്ഥലമാണ്. കൊല്ലം ജില്ലയിലാണ് ഈ പ്രദേശമെങ്കിലും നമുക്ക് വളരെ വേഗത്തിൽ തിരുവല്ലയിൽ നിന്നും ചെങ്ങന്നൂരിൽ നിന്നും അവിടെ എത്താൻ സാധിക്കും. ഇത് റോഡ് വഴി അമ്പലത്തിൻ്റെ അടുക്കൽ വന്നിറങ്ങുന്ന ഒരു റോഡാണ്. പക്ഷെ അതത്ര സുന്ദരമായിട്ടുള്ള ഒരു റൈഡാവില്ല. കുടുങ്ങി പോകണം, എന്നാലും നമുക്കവിടെ എത്താൻ സാധിക്കും. മഴക്കാലത്ത് ഇതിലൂടെ വരാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ നമുക്കവിടെ അതിലൂടെ അമ്പലത്തിലേക്ക് എത്താൻ സാധിക്കും. കടലിൻ്റെ ആ സുന്ദരമായ കാഴ്ചകൾ, കടൽ ഭിത്തി കെട്ടിയിരിക്കുകയാണ്. ഇവിടെയൊക്കെ സുനാമി വന്ന് ഈ പ്രദേശമൊക്കെ തവിടുപൊടിയാക്കിയിട്ടുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവിടെ കടൽ ഭിത്തി കെട്ടി സംരക്ഷിച്ചിരിക്കും. ആ കടൽ ദേവതയാണോ, എന്ത് ദേവതയാണ്, കടലമ്മയാണോ എന്നൊന്നും എനിക്കറിയില്ല. ആ പ്രദേശത്തൂടെ പോയപ്പോൾ കണ്ട ഒരു ദേവതയുടെ ഒരു സ്തൂപമാണ് ഇത്. അത് വളരെ മനോഹരത ആർജിച്ച ഒരു ചിത്രമായിട്ട് എനിക്ക് തോന്നി. കടൽ ദേവതയാണ് എന്ന് ഞാൻ കരുതുന്നു, അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ ദേവതയാവും. അങ്ങനെ നമ്മൾ കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രത്തിലേക്ക്, അതിൻ്റെ തിരുമുറ്റത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഭിത്തിയുടെ അപ്പുറം കടലാണ്. അത് സുനാമി വന്നപ്പോൾ ആ പ്രദേശമൊക്കെ തകർന്നു പോയെങ്കിലും ഈ ദേവീക്ഷേത്രത്തിന് യാതൊരു പരിക്കും പറ്റിയില്ല എന്നുള്ളതാണ് അവിടെ നിന്നുള്ള ആളുകൾ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ കടലിൻ്റെ മക്കളെ സംരക്ഷിക്കുന്ന ഒരു ദേവതയായിട്ടാണ് അവരുടെ വിശ്വാസം. കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രം വളരെയധികം ഭക്തരാൽ നിബിഡമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് മണി കെട്ടുന്നു എന്നുള്ളതാണ്. ഒരു വലിയ അരയാൽ വൃക്ഷമാണ്. അതിന് ചുറ്റിനും അതിൻ്റെ കൊമ്പുകൾ സംരക്ഷിച്ച് ഈ തൂണുകൾ, ഇരുമ്പ് തൂണുകളിൽ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നു. അതിൽ ഭക്തന്മാർ വന്ന് മണി കെട്ടുന്നു. ഓരോ ഭക്തനും കെട്ടിയ ഓരോ മണികൾ ചേർന്ന് കിടക്കുന്ന ആ തൂങ്ങിക്കിടക്കുന്ന കാഴ്ച വളരെ അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നുന്നു. എത്ര മണി ഉണ്ടാകും എന്ന് പറഞ്ഞാൽ തീരില്ല. ആയിരക്കണക്കിന് മണികളാണ് ഈ അരയാൽ വൃക്ഷത്തിൻ്റെ കൊമ്പുകളിൽ തൂങ്ങിക്കിടക്കുന്നത്. നിത്യേന നിയമേന എന്നോണം ഭക്തി പരവശരായിട്ട് അവർ വന്ന് മണികൾ കെട്ടിത്തൂക്കും. ഞാൻ മനസ്സിലാക്കിയത്, ഓരോ ഭക്തനും അവൻ്റെ വിഷമങ്ങളും ദുഃഖങ്ങളും ജീവിത പ്രാരാബ്ധങ്ങളും കാരണം എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അവർ ഇവിടെ വന്ന് പ്രാർത്ഥനാ നിബിഡമായിട്ട്
അവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ദേവിയോട് പറഞ്ഞ് അത് സാധിച്ചു തരണമേ അമ്മേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവർ ഈ അരയാൽ വൃക്ഷത്തിൽ അവരുടെ മണികൾ കെട്ടുന്നു. അങ്ങനെ ഓരോ വർഷവും ഓരോ പ്രാവശ്യവും വന്ന് മണി കെട്ടിയതിന് ശേഷം 7 പ്രാവശ്യം മണി കെട്ടിക്കഴിഞ്ഞാൽ അവർ ഇവിടെ പൊങ്കാല സമർപ്പിക്കും. അതാണ് ഈ കാണുന്നത്. 7 പ്രാവശ്യം മണി കെട്ടിക്കഴിഞ്ഞാൽ പൊങ്കാല സമർപ്പണത്തോടുകൂടി ആ ഒരു വ്രതം അവസാനിക്കുകയും ഭക്തൻ്റെ അഭീഷ്ടം സാധിക്കുകയും ചെയ്യും എന്നാണ് അവിടെ നിന്നുള്ള ആളുകൾ പറഞ്ഞത്. ഇതെല്ലാം ചേച്ചി ഉണ്ടാക്കുന്ന കോഴിക്കോട് വരുന്നോ? അത് ശരി. ഇതൊക്കെയോ ഈ വലുതിലിരി ഈ കട ഇടുന്നതിന് വാടക കൊടുക്കണോ? ഇപ്പം ഫ്രീ ആണ്. വരുമാനം ഉണ്ടോ? ശ്രീ മഹാദേവൻ വാടിച്ചു സത്യമാസത്തിലേക്ക് 1000 ആളുകൾ ഇതൊക്കെ എവിടുന്ന വരുന്ന ചേട്ടാ? എല്ലാം വീട്ടുകളിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. വടക്കമ്പുളിയൊക്കെ നമ്മൾ വീട്ടുകളിൽ നിന്ന് ആണോ? ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത്? ആ, ഇവിടെ ഇതെല്ലാം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നത്. ഇതെങ്ങനെ ചിലവുണ്ടോ ഇതിനൊക്കെ? ഉണ്ടല്ലേ? കഴിഞ്ഞു പോകാം. ആ, അതെ, കുഴപ്പമൊന്നുമില്ല. അമ്പലത്തിലെ വഴിപാടുകളും പ്രാർത്ഥനകളും എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ മുൻവശത്തും ഇരുവശങ്ങളിലുമായിട്ട് ധാരാളം ഇതേപോലുള്ള കടകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ജങ്കാറിൽ നിന്ന് വരുന്ന ആളുകൾ ക്ഷേത്രത്തിലേക്ക് നടന്നു പോവുകയാണ്. അതിൻ്റെ ഇരുവശങ്ങളിലുമാണ് പാവങ്ങൾ അവരുടെ ജീവിത വൃത്തിക്ക് വേണ്ടിയിട്ട് പലതരത്തിലുള്ള സാധനങ്ങൾ അവിടെ കച്ചവടം ചെയ്യുന്നുണ്ട്. നമുക്ക് നിസ്സാരമെന്ന് തോന്നുമെങ്കിലും ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന പലതരത്തിലുള്ള കടകൾ, അത് കൗതുക വസ്തുക്കളുണ്ട്, അലങ്കാര വസ്തുക്കളുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ മീൻപിടുത്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ധാരാളം ചട്ടിയുടെ കച്ചവടം എല്ലാം ഞാൻ അവിടെ കണ്ടു. അച്ചാറുകളും പഴങ്ങളും ഒക്കെ. ജങ്കാർ വന്ന് ഇറങ്ങുമ്പോൾ ആ വെള്ളത്തിലുണ്ടാകുന്ന വിസ്ഫോടനമാണ്. എങ്കിലും ജങ്കാർ ഉണ്ടെങ്കിലും തുഴഞ്ഞു പോകുന്നതിനുള്ള സംവിധാനവും അവിടെ ഉണ്ട്. കരയിൽ വന്ന് ഇറങ്ങിയ ആളുകൾ ഇറക്കാൻ വേണ്ടിയിട്ട് ജങ്കാർ കരയിൽ അടുപ്പിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അവിടുന്ന് ഇറങ്ങി അവർ നേരെ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ തുഴ. ഭരണികളും ചട്ടികളും നിരനിരയായിട്ട് വെച്ചിരിക്കുന്ന ഒരു കട. അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതേപോലെ നിരവധി കടകൾ നമുക്ക് ആ പ്രദേശത്ത് കാണാൻ സാധിക്കും. ക്ഷേത്ര കാഴ്ചകൾ കഴിഞ്ഞ് ഞങ്ങൾ ആ കടൽ തീരത്തിലൂടെ അതിൻ്റെ സൗന്ദര്യം ആവോളം ആസ്വദിച്ച് ആ തീരങ്ങളുടെ നിഴലുകളെ പിന്തുടർന്ന് മനോഹരമായ ദൃശ്യ കാഴ്ചകൾ ആസ്വദിച്ച് നേരെ ഞങ്ങൾ പോയത് അഴീക്കൽ തുറമുഖത്തേക്കാണ്. അഴീക്കൽ ഹാർബർ, അവിടെ മത്സ്യബന്ധനത്തിന് ഉള്ള സൗകര്യമുണ്ട്. കടലിലേക്കൊരു നീണ്ട ഭിത്തി ഇറക്കി കടലിനെ 2ആയി കീറി മുറിച്ച വിശേഷം നമുക്കവിടെ കാണാം. തുറമുഖങ്ങളില്ലേ നമ്മളെ ഫിഷിംഗ് ഹാർബർ, അതിനു വേണ്ടി വെള്ളത്തിന് നിലപ്പിച്ചിട്ടിരിക്കുന്നത് ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്നത്. അതായത് ഈ അപ്പുറം ഈ 2 സൈഡിലും ഇങ്ങനെ കല്ല് കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ തിരയടിക്കുന്നത് വെള്ളത്തിന്റെ, അതായത് തിരമാല അപ്പുറവും ഇപ്പുറവും കാണും. നിങ്ങൾ ഇവിടെ കണ്ടില്ല തിരമാല, ഇതിനകത്തില്ലല്ലോ, ഇതിനകത്ത് കായൽ പോലെ കിടക്കും. അപ്പൊ അതിന് ബ്രേക്ക് വാട്ടർ എന്നാണ് അതിന് പറയുന്നത്. അത് എല്ലായിടവും ഉണ്ട്. കേരളത്തിൽ മൊത്തം തുറമുഖങ്ങളിലെ ഇതുപോലെ തന്നെയാണ്. കൊച്ചിയിലൊക്കെ പോയിട്ടില്ലേ കപ്പലിറങ്ങുന്ന കടലില്ലല്ലോ. ഇത് അഴീക്കൽ ഫിഷിംഗ്, അതിന്റെ ഭാഗമായി ഈ വള്ളങ്ങളും ബോട്ടുകളും എല്ലാം സുഗമമായിട്ട് ഇറങ്ങാനും കയറാനും. എത്ര കിലോമീറ്റർ ഉള്ളിലേക്ക് പോകും കടലിൽ? ഈ 775 മീറ്ററാണ് ഈ കര, അപ്പുറത്ത് 380 മീറ്റർ. അത്രേ പോകുള്ളൂ. അത് മതി. ഇവിടെ ഇതുവരെ നമ്മുടെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ്, ഈ ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് ഇതിന്റെ സ്റ്റഡി നടത്തി ഇവിടെ ഇത് ഇത്രയും വേണോ എത്രയും വേണോ അതൊക്കെ തീരുമാനിക്കുന്നത് ചെയ്യും.
അപ്പൊ അവര് ഇത് സക്സസ് കുഴപ്പമൊന്നുമില്ല. ഇത് ഏത് കടൽക്ഷോഭം വന്നാലും ഇതിനകത്ത് കടൽ വരും, വരില്ല അല്ലേ? അപ്പൊ നമ്മുടെ ഈ ബോട്ടുകളും വള്ളങ്ങൾക്ക് സുഖമായിട്ട് കയറാനും ഇറങ്ങാൻ ചൂണ്ടയിടുന്നവർക്കൊക്കെ കിട്ടുമോ? എല്ലാത്തിനും മീൻ കിട്ടുമോ അവർക്ക്? പിന്നെ കിട്ടുമല്ലേ? കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? ചൂട് എന്ന് പറയുന്നത് നമ്മുടെ കടലിന്റെ ഹാർബറിന്റെ തീരത്ത് വന്നാലുള്ള കച്ചവടം ചെയ്യുന്ന ഒരു ചേട്ടനാണ്. അദ്ദേഹത്തിന്റെ കൈകളിൽ കണ്ടോ 4 വലിയ ഗ്ലാസുകൾ, അതിൽ നിറച്ച് ഞങ്ങൾക്ക് സോഡാ നാരങ്ങ വെള്ളം അദ്ദേഹം തന്ന് അതിന് വിശേഷങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന 2 റോഡുകൾ പോലെ അങ്ങറ്റം വരെ. എനിക്ക് തോന്നുന്നു ഒരു 3/4 കിലോമീറ്ററെങ്കിലും ദൂരം ഉണ്ട് കടലിലേക്ക്. നമുക്കതിലൂടെ നടന്നു പോകാൻ സാധിക്കും. കടലിൻ്റെ ആഴങ്ങളിലേക്ക് മുക്കുവന്മാർ പോവുകയാണ്. ആ കടലിലൂടെ ഒരു റോഡ് പണിഞ്ഞ് ഇതതിൻ്റെ അറ്റമാണ്. അവിടെ നമുക്കിതേപോലെ സ്റ്റെപ്പ് കയറി നിന്ന് ദൂരക്കാഴ്ചകൾ കാണാം. കടൽ ക്ഷോഭിച്ചാലും ഈ റോഡിനൊന്നും പറ്റാത്ത തരത്തിൽ വളരെ ശക്തമായിട്ട് കടൽ ഭിത്തി പോലെ കല്ലുകൾ കൊണ്ട് ഇറക്കി വളരെ ദൃഢമാക്കിയിട്ടുണ്ട്. നമുക്ക് ആ ദൃഢമായ കല്ലുകളുടെ ആ ബലം കാണുമ്പോൾ അത്ഭുതം തോന്നും. പക്ഷേ കടൽ തിരമാലകൾക്ക് ഇത് ചെറുക്കാൻ സാധിക്കുമോ എന്നും എനിക്കറിയില്ല. എന്തായാലും മത്സ്യബന്ധനത്തിന് വേണ്ടി ഒരു നല്ല സൗകര്യം അവിടെ അവർ ഒരുക്കിയിരിക്കുന്നു എന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാം. മത്സ്യം പിടിച്ചു വരുന്ന ബോട്ടാണ് ആ വരുന്നത്. വളരെ രസകരമായൊരു കാഴ്ചയാണ്. ഒരു ബോട്ടിൻ്റെ പിന്നിൽ വേറൊരു വഞ്ചി അവർ കെട്ടി വലിച്ചുകൊണ്ട് പോവുകയാണ്. ഏതായാലും ബോട്ട് പോകുന്നുണ്ട്, ആ കൂട്ടത്തിൽ എന്നെയും കൂടെ കൊണ്ടുപോകൂ ചേട്ടാ എന്ന് പറയുന്ന പോലെയാണ്. അങ്ങനെ കെട്ടി വലിക്കാതെ പോകുന്ന ബോട്ടുകളും നമുക്ക് കാണാൻ സാധിക്കും. ഇരുവശങ്ങളിലും മത്സ്യബന്ധനം കഴിഞ്ഞ് വരുന്ന ഇതേപോലുള്ള ബോട്ടുകളും അതിനെ കെട്ടിവലിച്ചുകൊണ്ട് പോകുന്ന ചെറിയ 2 വള്ളങ്ങൾ, അതും ബോട്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ, എൻജിനൊക്കെ ഉണ്ട്, അതും കെട്ടിവലിച്ചുകൊണ്ട് അവർ പോവുകയാണ്. ഒരേ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളായിരിക്കും. അപ്പോൾ വലിയ ബോട്ട് പോകുമ്പോൾ ആ കൂട്ടത്തിൽ ചെറിയ വഞ്ചികളെയും അവർ സഹായിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇങ്ങനെ നിരവധി കാഴ്ചകൾ നമുക്കവിടെ കാണാനുണ്ട്. തിരമാലകൾ വന്ന് ആ കല്ലിൽ തല്ലി തലകീറുന്ന ഒരു കാഴ്ച, അത് നമുക്ക് എത്ര ആസ്വദിച്ചാലും മതിയാവില്ല. അതുപോലെ നിരനിരയായിട്ട് വരുന്ന ഈ ബോട്ടുകളുടെ കൗതുക കാഴ്ച നമുക്ക് ഹൃദയഹാരിയായിട്ട് തോന്നും. നമസ്തേ.